Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So in our previous class, means നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് സിലബസിലെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിനകത്ത് നമ്മൾ ഏകദേശം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെല്ലും ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ഈ രണ്ട് കൺസെപ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച് വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെല്ലും ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെൽ, ഈ ഒരു ടോപ്പിക് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം കൃത്യമായിട്ട് പഠിച്ചു പോവുക, യാതൊരു പാടില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എവിടെ എത്തിച്ചേരാം? A+ എത്തിച്ചേരാം. കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മാത്രം മതി? പഠിച്ചാൽ മാത്രം മതി. ആകെ നമുക്ക് ഇപ്പോൾ ഒരു ഡ്യൂട്ടി എന്തേ ഉള്ളൂ? പഠിക്കുക. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അങ്ങ് ചെയ്തു പോവാം. അപ്പം നമ്മൾ പഠിച്ച മെയിൻ ഷെല്ലുകൾ ഏതൊക്കെയായിരുന്നു? KLMN, ഇതാണല്ലോ നമ്മുടെ മെയിൻ ഷെല്ലുകൾ. സബ് ഷെല്ലുകൾ ഏതായിരുന്നു? SPDF. ഇനി കെയില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആ? 2, എല്ലിലോ 8, എമ്മില് 18, എന്നില് 32. എസില് മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 2, പിയില് 6, ടിയില് 10, എഫില് 14. ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവുകയാണ്. ഓക്കെ, so we can move to the topic electronic configuration. അതായത് നമ്പർ ഓഫ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെൽ എന്നതിനകത്തോട് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ആണ്. നമ്മുടെ ഒന്നാമത്തെ എലമെന്റും ഹൈഡ്രജൻ തന്നെ അല്ലേ? അപ്പം ഹൈഡ്രജൻ, അതിന്റെ സിമ്പിൾ ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ H ആണ് ഹൈഡ്രജൻ. അപ്പൊ അറ്റോമിക് നമ്പർ എത്ര ഹൈഡ്രജന്റെ? 1. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1. അപ്പൊ നമ്മള് മെയിൻ ഷെൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതിയനെ? കെയിലാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഇലക്ട്രോൺ. കെ എത്ര ഇലക്ട്രോൺ കൊടുക്കും? 1. കാരണം എത്ര ഇലക്ട്രോണേ ഉള്ളൂ ഹൈഡ്രജന്? ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ? അതായത് അറ്റോമിക് നമ്പർ എന്തിന് തുല്യമാണ്? അതിനകത്തെ ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരുന്നു? നെഗറ്റീവ്. പ്രോട്ടോണിന്റെതോ പോസിറ്റീവ്. ഇതൊക്കെ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് പഠിച്ചോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഷെല്ലായ കെയുടെ ഷെൽ നമ്പർ 1, അതിന്റെ സബ്ഷെൽ S. എത്ര ഇലക്ട്രോൺ ഉണ്ട് നമുക്ക് കൊടുക്കാൻ? 1. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ എന്ത് വരും? 1. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കണം? 1s1. ഓക്കെ, 1s1. അങ്ങനെയാണ് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്? വായിക്കേണ്ടത്. അപ്പം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഹൈഡ്രജനില്? നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ എന്തിന് തുല്യമാണെന്ന് പറഞ്ഞു? അതിന്റെ ഇലക്ട്രോൺസിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഹൈഡ്രജനില്? 1 ഇലക്ട്രോണേ ഹൈഡ്രജനില് ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏത് ഷെല്ലിലാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്? കെ എന്നുള്ള മെയിൻ ഷെല്ലിലാണ് ഇലക്ട്രോൺ കൊടുത്തിരിക്കുന്നത് അല്ലെ? കെ എന്നുള്ള മെയിൻ ഷെല്ലും സബ് ഷെല്ല് ചോദിച്ചാൽ എന്ത് പറയണം? എസ്. കെയുടെ എസ് എന്നുള്ള സബ് ഷെല്ല് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് 1s നമ്മൾ ഇലക്ട്രോൺ എന്ത് ചെയ്തിരിക്കുന്നത്? ഫില്ല് ചെയ്തിരിക്കുന്നത്. മെയിൻ ഷെല്ല് ചോദിച്ചാൽ കെയും സബ് ഷെല്ല് ചോദിച്ചാൽ 1s. നമ്മൾ ഈ 1s പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എസ് എന്ന് മാത്രം പറഞ്ഞാൽ കെക്കും എല്ലിനും എമ്മിനും എന്നിനും എന്തുണ്ട്? എസ് ഉണ്ട്. അപ്പൊ എസ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഏത് എസ് ആണ്? 1s ആണോ 2s ആണോ 3s ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയാൻ തന്നെ വേണം. അപ്പൊ ഏത് സബ് ഷെല്ലാണ് കൊടുത്തിരിക്കുന്നത്? 1s. എത്ര ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്? 1. കാരണം അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് പറയണം? അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ത് പറയണം? 1s1. ഓക്കെ ആണല്ലോ? ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എലമെന്റ് ആണ് ലിഥിയം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് തന്നിട്ടുണ്ട് ലിഥിയം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മുടെ ഒന്നാമത്തെ ഷെല്ല് ഏതാണ്? 1s. മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊടുക്കാം? 2. ഇവിടെ 2 എണ്ണം ഇല്ലേ കൊടുക്കാൻ? ഉണ്ട്. കാരണം മൊത്തത്തിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമുക്ക് എസിന് എത്ര എണ്ണം കൊടുക്കാം? 2 എണ്ണം കൊടുക്കാം. രണ്ടാമത്തെ ഇലക്ട്രോണോ 2s. എസി കൊടുക്കാൻ എത്ര എണ്ണേ ഉള്ളൂ? 1 ഉള്ളൂ അല്ലെ? കാരണം മൊത്തത്തിൽ 3, അത് ഈ 2 എണ്ണം 1sന് കൊടുത്തു. അപ്പൊ 2sന് കൊടുക്കാൻ എത്ര എണ്ണേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ കോൺഫിഗറേഷൻ എന്ത് പറഞ്ഞാൽ 1s2 പിന്നെ 2sല് 1. ഓക്കെ, 1s2 2s1. നെക്സ്റ്റ് ഒരു എലമെന്റ് ആണ് ബെറിലിയം. ഓക്കെ, ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണം? 1s2. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അത് നമ്മൾ എവിടെ കൊടുക്കും? 2sല്. എത്ര എണ്ണം കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ട്? 2. അപ്പം 2 2 4. ഓക്കെ ആണേ? അപ്പൊ അടുത്തത് ബോറോൺ. ഓക്കെ, നെക്സ്റ്റ് ബോറോൺ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ എന്ത് കൊടുക്കാം? 1sല് 2, 1s2. അടുത്തതോ 2s2.
ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട് കൊടുക്കാൻ? ഒന്നല്ലേ ഉള്ളൂ. 2 2 4, മൊത്തത്തിൽ 5 ഇലക്ട്രോണേ ബോറോൺ ഉള്ളൂ. അപ്പൊ 4 എണ്ണം കൊടുത്തു കഴിഞ്ഞു. 1s 2 കൊടുത്തു, 2s 2 കൊടുത്തു. അപ്പൊ 2 2 4. ഇനി ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അത് ആർക്ക് കൊടുക്കണം? 2p കൊടുക്കണം. 2p 6 എണ്ണം കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ എത്ര കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. 2p1. എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. 2 + 2 4 + 1 ആയപ്പോ എത്രയായി? 5. 5 ഇലക്ട്രോൺസ് കൊടുത്തു കഴിഞ്ഞേ. ഇനി നെക്സ്റ്റ് ഒരു എലമെന്റ് ആണ് കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ പറഞ്ഞാൽ 1s2. 1s 2 കൊടുക്കാലോ. 2s2. 2p കൊടുക്കാൻ എത്ര ഉണ്ട്? 2 2 4. ഇനി എത്ര നമ്മളെ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ 2p എത്ര കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. മാക്സിമം 6 എണ്ണം കൊടുക്കാന്നാ പറഞ്ഞത്. നമ്മുടെ കയ്യില് 6 എണ്ണം കൊടുക്കാനുണ്ടെങ്കിൽ 6 കൊടുക്കാം. ആർക്കൊക്കെ കൊടുത്തിട്ടേ പിയിൽ കൊടുക്കാൻ പറ്റൂ? 1s 2s ഫില്ല് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ഏതിൽ ഫില്ല് ചെയ്യാൻ വരുന്നത്? പിയില്. അപ്പൊ പിയില് മാക്സിമം 6 എണ്ണം കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 ഉള്ളെങ്കിൽ 2 കൊടുക്കാം. 3 അങ്ങനെ നമുക്ക് എത്ര വരെ കൊടുത്തു വരാം? 6 വരെ കൊടുക്കാം. അപ്പം ഇതാണ് എന്ത്? നമ്മള് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പഠിക്കുകയാണ്. പറയേണ്ടത് കെയുടെ ആണെങ്കിൽ 1s, എല്ലിനാണെങ്കിൽ 2 സബ്ഷെല്ലുകളുണ്ട്, എസും പിയും. അപ്പൊ 2s 2p. ഇനി എമ്മിനാണെങ്കിൽ ഏതൊക്കെ സബ്ഷെല്ലുകളുണ്ട്? SPD ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ ഷെല്ലായതുകൊണ്ട് 3s 3p 3d. അപ്പൊ നാലാമത്തെ ഷെല്ലിന് 4 സബ്ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാ? 4s 4p 4d 4f. ഇനി നമുക്ക് കുറച്ച് എലമെന്റ്സും കൂടി തന്നിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഇനി അടുത്തതാണ് നൈട്രജൻ. നൈട്രജൻ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ് കേട്ടോ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p. എത്ര കൊടുക്കാം പിയില്? മൊത്തത്തിൽ 7 എണ്ണം ഉണ്ട്. 2 എണ്ണം 1s കൊടുത്തു, 2 എണ്ണം 2s കൊടുത്തു. ഇനി എത്ര എണ്ണം ഉണ്ട് നമ്മുടെ കയ്യില്? 3 എണ്ണം കൂടെ. അപ്പൊ 2p എത്ര കൊടുക്കാം? 3. 2p3. നോക്കാം. 3 2 5 2 7. മൊത്തം ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ് കേട്ടോ. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസ് ഒന്ന് കൊടുക്കാം. 1s2 2s2 2p. 2p കൊടുക്കാൻ എത്ര എണ്ണം ഉണ്ട്? 2 2 4. അപ്പൊ നമ്മുടെ ഇനി എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം കൂടെ ഉണ്ട് അല്ലെ? മാക്സിമം 6 വരെ നമുക്ക് പിക്ക് കൊടുക്കാലോ. 2 4 5 4 9. അടുത്തതാണ് സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. ഇനി അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p 6 അല്ലെ? 2p 6 വരത്തില്ലേ? ഒന്ന് നോക്കിയേ. 2 + 2 4 4 + 6 10. ഇനി നമുക്ക് ഒരു ശരി എടുക്കണം. 3s. 3sൽ എത്ര എണ്ണം കൊടുക്കാനുണ്ട്? ഒന്നേ ഉള്ളൂ കൊടുക്കാൻ. 11 എണ്ണല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം 2 + 2 4 4 + 6 10 + 1 11. അപ്പം സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1. നെക്സ്റ്റ് എന്ന് പറയുന്നത് അലൂമിനിയം. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s. എത്ര വരണം? 3s2. അപ്പൊ 13 ആയോ? ഒന്ന് എണ്ണി നോക്കിയേ. 2 2 4 + 6 10 + 2 12. അപ്പൊ ആരെങ്കിലും 3p1 വരെ വന്നാലേ 13 ഇലക്ട്രോൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആണല്ലോ. 2 2 4 + 6 10 + 2 12 1 13. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വായിക്കണം അലൂമിനിയത്തിന്റെ? 1s2 2s2 2p6 3s2 3p1. ഇനി അടുത്തയാണ് ക്ലോറിൻ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയാമോ? 17. ഇത് നമ്മൾ ഈ പറയുന്ന സമയത്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? എഴുതി നോക്കുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ക്ലോറിന്റെ ഫസ്റ്റ് ഷെല്ല് 1s. ഇതിനകത്ത് നമ്മൾ കൊടുത്തു 1s2. സെക്കൻഡ് 2s2 2p6 3s2. 3s2 വരെ ആയപ്പോഴത്തേക്ക് 12 എണ്ണമായി അല്ലെ? ഇനി നമുക്ക് എത്ര കൊടുക്കണം? 3pയിൽ എത്ര കൂടെ കൊടുക്കണം? 12. 12 കൂടെ എത്ര കൂടെ കൂട്ടുമ്പം 17 ആകും. ഒരു 5 കൂടെ കൂട്ടിയാൽ മതി അല്ലെ? 3p5. നമുക്ക് എണ്ണി നോക്കാം. 2 2 4 4 + 6 10 10 + 2 12 12 + 5 ആയപ്പോ എത്രയായി? 17. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്ര ആയിരുന്നു? 17. അപ്പൊ ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p5. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്
ആർഗൺ. ഓക്കെ, ഈ ആർഗൺ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എടുത്ത് പഠിച്ചു വെച്ചോണം. നമുക്ക് മറ്റൊരു എണ്ണം വരുന്നുണ്ട്. ഈ ആർഗൺ എന്ന് പറയുമ്പോൾ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അവർക്ക് പ്രത്യേകതയുണ്ട്. എന്താ? നോബിൾ ഗ്യാസസ് ആണ്. മീൻസ് അവർ റിയാക്ടിവിറ്റി ഒക്കെ കുറഞ്ഞ ആൾക്കാരാണ്. മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം അതുകൊണ്ട് അവർ എന്താണ്? സ്റ്റേബിൾ ആണ്. അങ്ങനൊന്നും എന്തിൽ പങ്കെടുക്കത്തില്ല? റിയാക്ഷനിലൊന്നും പങ്കെടുക്കത്തില്ല. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം 1s2 2s2 2p6 3s2 3p6 അല്ലെ? 3p6 വന്നാലല്ലേ 18 ആവത്തുള്ളൂ. ഓക്കെ, 2 2 4 4 + 6 10 10 + 2 12 12 + 6 18. നിങ്ങൾ മെയിൻ ഷെല്ലാണ് ആർഗണിന്റെ എഴുതി. നിങ്ങൾ എങ്ങനെ എഴുതിയാനേ? ഒന്നാമത്തെ ഷെല്ല് കെക്ക് നിങ്ങൾ എന്ത് കൊടുത്തു? 2. രണ്ടാമത്തത് എസും ബിയും കൂടെ ചേർത്ത് 8 2 8. മൂന്നാമത്തെ ഏതാണ്? 3s 3p ഉള്ളൂ. അപ്പം 2 8. എത്ര ഉണ്ട്? 6 2 8. നമ്മൾ അതാണ് മെയിൻ ഷെൽ കോൺഫിഗറേഷൻ. 2 8 8. ഇതാണ് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സ്വന്തമായി എഴുതി തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. പിന്നെ എഴുതേണ്ട രീതിയൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒന്നത്തിലോട്ട് വരാം. ഈ പൊട്ടാസ്യം നമ്മൾ പറഞ്ഞല്ലോ, പൊട്ടാസ്യത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തപ്പം എന്തുകൊണ്ട് ഈ എം ഷെൽ മാക്സിമം 18 ഉൾക്കൊള്ളാമായിരുന്നിട്ടും ആ അടുത്ത ഇലക്ട്രോണിനെ എമ്മിന് കൊടുക്കാതെ എന്നിൽ കൊടുത്തു. ആ കൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മള് പറഞ്ഞു, ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിന്റെ എനർജി എന്ത് ചെയ്യുന്ന പറഞ്ഞു? കൂടിക്കൂടി വരും. എന്നാൽ ന്യൂക്ലിയസും ഇലക്ട്രോൺസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ ഈ എനർജി ലെവൽ എടുക്കുകയാണെങ്കിൽ, എനർജി ലെവലാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വരച്ച് ഇട്ടേക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ ഷെൽ ഏതാണ്? 1s, രണ്ടാമത്തത് 2s 2p, 3s 3p, അത് കഴിഞ്ഞിട്ട് 3d, 4s 4p 4d 4f 5. അങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ 5s 5p 5d 5f ഇങ്ങനെ എഴുതി പോവാണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രാഫ് പോലെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സബ്ഷെല്ലും കൊടുത്തിട്ട് എക്സ് ആക്സിസില് സബ്ഷെല്ലും വൈ ആക്സിസിൽ എനർജിയുമാണ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? വൈ ആക്സിസിൽ എനർജി, എക്സ് ആക്സിസിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? സബ്ഷെല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സബ്ഷെല്ല് 1s അല്ലെ? 1s കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എനർജി ഇതിങ്ങനെ കൂടി കൂടി വരുവാണേ. 2s 2p ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാൽ 3s 3s, അത് കഴിഞ്ഞിട്ട് 3p 3d വരണ്ടേ? പക്ഷേ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? 4s. ഇവിടെ നമ്മൾ 4s കഴിഞ്ഞിട്ടാണ്, പിന്നാണ് മുകളിൽ ആര് വരുന്നത്? 3d. നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് 1s, ഇത് 2s 2p, ഇത് 3s 3p, 4s 3d എന്നാ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. 1s-നാണ് ഏറ്റവും എനർജി കുറവ്. അതിൽ കൂടുതൽ 2s, അത് കഴിഞ്ഞ് 2p, പിന്നെ 3s 3p. പക്ഷേ ഈ 3p കഴിഞ്ഞിട്ട് തൊട്ട് എനർജി ലെവൽ കൂടിയിരിക്കുന്ന 4s ആ. 4s-നേക്കാളും എനർജി ഉണ്ട് ആർക്ക്? 3dക്ക്. അപ്പം എനർജി കുറഞ്ഞത് കൊടുത്ത് ഫില്ല് ചെയ്ത് നമ്മൾ എന്തിലോട്ട് പോകുന്നത്? എനർജി കൂടിയതിലോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പം നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ എഴുതിയത്? 2 8 8 1. ഇത് മെയിൻ ഷെല്ലാണ്. നമ്മൾ ഇതിനെ ഒന്ന് സബ് ഷെൽ വൈസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം 1s 2 2s 2 2p 6 3s 2 3p 6. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തു? 4s 1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3d കൊടുക്കുന്നതിന് മുമ്പ് ആരെ കൊടുത്തു? 4s-നെ കൊടുത്തു. കാരണം 3p കഴിഞ്ഞിട്ട് അടുത്ത എനർജി ലെവലിൽ വരുന്ന ആരാണ്? 4s ആണ്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണ് ആര് കൊടുക്കുന്നത്? 3d കൊടുക്കുന്നത്. അതുകൊണ്ട് 4s-ലാണ് നമ്മൾ അടുത്ത ഇലക്ട്രോണിനെ കൊടുത്തത്. അതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വന്നത്? 2. അതായത് ഈ 1s-ലെ 2. ഇനി L എന്നുള്ള സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 2 8. ഇനി ഇവിടെ നോക്കുക, 6 2 8. പിന്നെ എവിടെ ഇലക്ട്രോണിനെ കൊടുത്തിരിക്കുന്നത്? 4s-ല്. 4s-ലാണ് നമ്മൾ അടുത്ത ഇലക്ട്രോൺ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ
2 8 8 1 എന്ന് വന്നത്. അത് എനർജി ലെവല്, ആ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽ കൂടി 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 വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്. അപ്പം 3Dയെക്കാളും എനർജി കുറഞ്ഞതാണ് ഏത്, 4s. അപ്പൊ 4s ഫില്ല് ചെയ്തിട്ടാണ് ആരിലോട്ട് കൊടുക്കുന്നത്, 3Dയിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ കൺസെപ്റ്റ്. എനർജി ലെവല് കൂടി കൂടി വരുന്ന അനുസരിച്ച് നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുക്കുമ്പോൾ 3Dയേക്കാൾ എനർജി കുറവാണ് 4sന്. അപ്പൊ 4s ഫില്ല് ചെയ്തിട്ട് വേണം ഏതിൽ ഇലക്ട്രോൺസ് കൊടുക്കാൻ, 3Dയിൽ ഇലക്ട്രോൺസ് കൊടുക്കാൻ. അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 1 എന്ന് വന്നത്. അപ്പം അതിന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ സബ്ഷെല്ലിന്റെ ഒക്കെ ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ വെച്ചിട്ട്. അത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ, 1s, ഏറ്റവും എനർജി കുറഞ്ഞത് 1s. അതിൽ നിന്ന് ഏതിലേക്ക് ആരോ വന്നിരിക്കുന്നത്, 2s, പിന്നെ അതിൽ നിന്ന് 2p, പിന്നെ 3s, പിന്നെ അതിൽ നിന്ന് 3p കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് 4sലാണ്. 3p കഴിഞ്ഞ് വരേണ്ട ഓർഡർ ആണെങ്കിൽ 3D ആണ്, പക്ഷെ വന്നിരിക്കുന്നത് എവിടെയാണ്, 3pയിൽ നിന്ന് 4sലാണ് വന്നത്. 3p കഴിഞ്ഞ അടുത്ത എനർജി ലെവല് 4s ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്, 3D. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്, 4p. പിന്നെ 4p കഴിഞ്ഞിട്ട് 4D ഉണ്ട്. നമ്മൾ 4Dയിലല്ല ഇലക്ട്രോണിനെ കൊടുക്കുന്നത്, എന്തിലാ കൊടുക്കുന്നത്, 5sല്. 5sന്നാണ് ഏതിൽ പോകുന്നത്, 4Dയിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 5p, പിന്നെ 6s. അപ്പം 6s വന്നിട്ടാണ് 4f, പിന്നെ അതിൽ നിന്നാണ് 5D, പിന്നെ 6p, 7s, പിന്നെ അതിൽ നിന്ന് 5fൽ കൊടുത്ത് 6D, 7p എന്നാണ് വരുന്നത്. അത് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. നമ്മൾ നിരത്തി ഒന്ന് എഴുതുകയാണെങ്കിൽ നമുക്കൊന്ന് പറയാം. ഒന്നാമത്തത് 1s. ഓക്കെ ആണേ. 1sൽ നിന്ന് 2sൽ ഇലക്ട്രോണിനെ കൊടുക്കും. അടുത്തത് ഏതാണ്, 2pയിൽ ഇലക്ട്രോണിനെ കൊടുക്കും. അടുത്തത് 3sൽ ഇലക്ട്രോണിനെ കൊടുക്കണം, പിന്നെ 3p. നെക്സ്റ്റ് 3p കഴിഞ്ഞിട്ട് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, 4sല്. 3p കഴിഞ്ഞ് അടുത്ത ഇലക്ട്രോണിനെ കൊടുക്കുന്നത് 4sലാണ്. 4s കഴിഞ്ഞിട്ട് 3Dയിൽ ഇലക്ട്രോണിനെ കൊടുക്കും. 4s കഴിഞ്ഞിട്ട് 3Dയിൽ ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പം 4sൽ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്ത ഇലക്ട്രോൺ 3Dയിൽ കൊടുത്തു. പിന്നെ ആര് വരണം, 4pയിൽ ഇലക്ട്രോണിനെ കൊടുക്കണം. 4p കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് 5s. 4p കഴിഞ്ഞ് അടുത്ത വരുന്നത് 5s. അപ്പം 5s കഴിഞ്ഞ് അടുത്ത വരുന്നതാണ് 4D. 5s കഴിഞ്ഞാണ് അടുത്ത വരുന്നത് 4D. അടുത്ത വരുന്നതാണ് എന്ത്, 5p എന്ന് പറയുന്നത്. അടുത്ത ഇലക്ട്രോൺ ആണ് 5p. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് 6s എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4f. അടുത്തതാണ് 5D എന്ന് പറയുന്നത്. അടുത്തതിലാണ് നമ്മൾ ഏത് കൊടുക്കുന്നത്, 6pയിൽ ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. നെക്സ്റ്റ് 7s, 6pക്ക് ശേഷം 7s. അത് കഴിഞ്ഞിട്ട് 5f, അതിനുശേഷം 6D, അതിനുശേഷം 7p. അതാണ് ആ ഓർഡർ അവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് നിരത്തി എഴുതി നോക്കുകയാണെങ്കിൽ പറ്റും. അപ്പം 1s, 2s, 2p, 3s, 3p അവിടെ വരെ കറക്റ്റ് ഓർഡർ ആണ്, നമ്മൾ പഠിച്ച ഓർഡർ തന്നെ. 1s, 2s, 2p, 3s, 3p വരെ നമ്മൾ പഠിച്ച ആ ഒരു ഓർഡർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3Dക്ക് വരെ ആദ്യം കൊടുക്കുന്ന ആരെയാണ്, 4sനെ. അപ്പം 3p കഴിഞ്ഞിട്ടാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. 3p കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 4s. അതിനുശേഷമാണ് ആര് വരുന്നത്, 3D വരുന്നത്. അപ്പൊ 4s കഴിഞ്ഞാൽ 3Dക്ക് ശേഷം ആര് വരണം, 4p. ഓക്കെ. പിന്നെ വരുന്നതാണ് 5s. അത് കഴിഞ്ഞിട്ട് 5s കഴിഞ്ഞ ശേഷം 4D വരണം. പിന്നെ 5p, 6s, 4f, 5D, 6p, 7s, 5f, 6D, 7p. ഇത്രയും വലിയ കോൺഫിഗറേഷൻ ഒന്നും നമുക്ക് വരത്തില്ല. എന്നാലും ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, എനർജി ലെവൽ ഇങ്ങനെയാണ് കൂടി കൂടി പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചാർട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടും പഠിക്കണം. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ പഠിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നോബിൾ ഗ്യാസ്, അതായത് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ആർഗൺ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാ, നോബിൾ ഗ്യാസിന് എക്സാമ്പിൾ ആണ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പം 18th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു, 2 8 8 1 അല്ലെ. അല്ലെങ്കിൽ നമ്മൾ സബ്ഷെൽ എഴുതുകയാണെങ്കിൽ എന്ത് പറഞ്ഞാൽ 1s2, 2s2, 2p6, 3s2, 3p6, 3p6 വരെയുള്ള അല്ലെ. അപ്പം 2 2 4 10 12 18 3p6 വരെ. അപ്പൊ നമ്മൾക്ക് ഇനി പറയേണ്ടതെന്ന് വെച്ചാല്
ഈ നോബിൾ ഗ്യാസസിനെ നമുക്ക് കൊടുത്തിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി തീർക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾക്ക് ഇപ്പൊ തന്നിരിക്കുന്നത് സ്കാൻഡിയം ആണെന്ന് കരുതുക. ഓക്കെ, സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 21 കേട്ടോ. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ആദ്യം ആരെ കൊടുക്കാം, ഈ സ്കാൻഡിയത്തിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസിനെ കൊടുക്കണം. സ്കാൻഡിയത്തിന് തൊട്ട് മുമ്പിൽ വരുന്ന നോബിൾ ഗ്യാസ് ഏതേ ഉള്ളൂ, ആർഗൺ. ഓക്കെ ആണേ. ഇപ്പൊ സ്കാൻഡിയത്തിന് തൊട്ട് മുമ്പിൽ വരുന്ന നോബിൾ ഗ്യാസ് ആർഗൺ. അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആർഗൺ വന്നാൽ 3p6 വരെ ഇലക്ട്രോൺസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. 18 ഇലക്ട്രോൺസിനെ അവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ 18 എണ്ണം കൊടുത്തു, പിന്നെ 3 ഇലക്ട്രോൺസും കൂടെ ഉള്ളൂ. 3p6 കഴിഞ്ഞ് നമ്മൾ അപ്പൊ അടുത്ത ഇലക്ട്രോണിനെ കൊടുക്കുന്നത് എവിടെ, 4sലാണ് കൊടുക്കുന്നത് അല്ലെ. 4s2ഉം പിന്നെ എന്ത് കൊടുക്കുന്നേ, 3d1. ഇതാണ് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ് കേട്ടോ. അപ്പം അതിന് മുമ്പേ വരുന്ന നോബിൾ ഗ്യാസസിനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആരെ എഴുതും, ആ വരുന്ന എലമെന്റിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഒരു ആർഗൺ, പിന്നെ 4s2 3d1. 4s2 എന്ന് പറഞ്ഞാൽ 18 21 21. അപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് പോർഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.